ഇവരല്ലേ പുതിയ അതിഥികൾ? പൂർണിമ വിളിച്ചു കയറ്റി താമസിപ്പിച്ചിരിക്കുക. എന്നെ ഓർമ്മയില്ലേ? നമ്മളന്ന് അഷിതയുടെ കല്യാണ നിശ്ചയത്തിന് കണ്ടിരുന്നു. കൂട്ടിയിടിച്ചത് ഒന്ന് ഓർത്തു നോക്കിയേ. നമ്മൾ ഒരുപാട് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അയ്യോ, ഞാനേ കല്യാണപ്പയ്യന്റെ അങ്കിള്, ഒരേ ഒരു അമ്മാവൻ ചന്ദ്രസേന. ഓർമ്മയുണ്ട്. ഈ പിള്ളേരുടെ കാര്യമാണോ ചന്ദ്രേ നീ പറഞ്ഞത്? ഇത് ഇത് നമ്മുടെ പിള്ളേരല്ലേ? ഇവർക്കൊരാവശ്യം വന്നപ്പോ സഹായിച്ചതിൽ ഒരു തെറ്റുമില്ല. പൂർണിമ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ഞാൻ അപ്പോഴേ ഓർത്തു പൂർണിമ വേണ്ടാത്ത കാര്യമൊന്നും ചെയ്യില്ല എന്ന്. അങ്കിളിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം? വേണം മോളെ, നല്ല തണുത്ത് എന്തെങ്കിലും എടുത്തോ, നല്ല ദാഹമുണ്ട്. ശരി, എടുക്കാം. ഞാൻ ഇയാളെ നേരത്തെ കണ്ടിട്ടുണ്ട്. ഏട്ടമ്മ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ദാ വരുന്നു ചന്ദ്രൻ, ഒരു മിനിറ്റ്. വാ. കിരണിനും ദുർഗയും കണ്ടില്ലേ? അവരുടെ കാര്യമാണ് ഞാൻ ഏട്ടനോട് പറഞ്ഞത്. അവരെനിക്ക് അറിയാവുന്നതാണല്ലോ ചന്ദ്രേ, നിശ്ചയത്തിന് ഞാൻ കണ്ടതല്ലേ. നിശ്ചയത്തിന് വന്നപ്പോ കണ്ട ആൾക്കാരൊന്നും അല്ല അവരിപ്പോ. ഈ വീടിന്റെ സമാധാനം കളയുന്ന ജന്തുക്കളാ. നീ ഈ പറയുന്നതിലും ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് വെറും പാവം പിള്ളേരാ. ഇത് തന്നെയാ പ്രശ്നം. ഈ പാവത്തം കാണിച്ചാ അവര് പൂർണിമയെ പറ്റിച്ച് ഈ വീട്ടിൽ കയറിയത്. ഇപ്പൊ ആരൊക്കെ നോക്കിയിട്ടും ഇറക്കി വിടാൻ പറ്റാത്ത അവസ്ഥയാ. വന്നപ്പോഴേ ഏട്ടൻ അവരോട് കൂടുതൽ അടുപ്പമൊന്നും കാണിക്കണ്ടായിരുന്നു. ഈ ചന്ദ്രസേനൻ ഒരാളോട് അടുപ്പം കാണിക്കുന്നത് സ്നേഹിക്കാനാണോ കൊല്ലാനാണോ എന്ന് ആർക്കും മനസ്സിലാവില്ല. നീ ധൈര്യമായിട്ടിരിക്കും ചന്ദ്രേ, ഞാൻ വന്നില്ലേ. ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ഏട്ടനെ കണ്ടപ്പോഴേ എനിക്ക് പാതി ആശ്വാസമായി. എന്നെ ഏത് പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാനും ഏട്ടന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാ അത്യാവശ്യമായി ഏട്ടനോട് വരാൻ ഞാൻ പറഞ്ഞത്. നീ പേടിക്കണ ചന്ദ്രേ. എന്താ വേണ്ടത് ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് വേണ്ടത് ചെയ്യാം. അത് മതി. ഏട്ടനെ എനിക്ക് വിശ്വാസ. ഏതായാലും വന്നല്ലേ ഉള്ളൂ, കുറച്ച് സമയം റെസ്റ്റ് എടുക്ക്. ഞാൻ ഏട്ടന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ശരി.